അല്ല രമണി പോയിരുന്നില്ല? എന്താ അവള് ഇറങ്ങിയാലേ താൻ വരുള്ളൂ. അല്ല ഓക്ക് എന്തെങ്കിലും പണി സാധനം വാങ്ങാലോ. ഞാൻ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചോക്കണോ? താൻ ഇങ്ങനെ നടക്കുക. എത്ര എന്റെ മുടി കാട്ടിയിരിക്കണു? ഞാനെന്നെ എന്തൊക്കെ തിന്നിട്ട് ആ ചേമ്പിന്റെ അല്ല മുഴുവൻ തിന്നിട്ട് അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് വെട്ടി. ഞാൻ വിചാരിച്ചു വലിയ മഞ്ചിയിലും കടന്നു തുടങ്ങിയിട്ട് കൂറ തിന്നതാണ്. അതിന് എന്റെ സ്റ്റൈലിനൊത്ത ഒരു ബാർബർ ഷോപ്പും ഇവിടെ ഇല്ലടോ. കത്രിക ഉണ്ടല്ലോ, എന്താ പേര്? ആ ബുഷ് ഇട്ടണ യന്ത്രം. ബാവാ ഇജ്ജ് ചോദിച്ചോക്കെ, ഞാൻ ചോദിച്ചാൽ എന്തായാലും തരൂല. ചോദിച്ചാ നിങ്ങളല്ലേ, ഞാൻ ചോദിച്ചാൽ മുമ്പ് വലുട്ടി പറയും. വെറുതെ നല്ല ബാവാ. അതുകൊണ്ട് അങ്ങോട്ട് വെട്ടി. അതിനേക്കാളും നല്ല രസം മണനാർന്നാണ് കത്തിച്ചേ. താൻ എന്തിനപ്പൊ എന്തോ പറയാൻ വന്നത്? ഞാൻ പറഞ്ഞു വരുന്നു അപ്പുണ്ണിയെ. നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നു? കൂട്ടലുകളൊക്കെ ഞാൻ പിന്നെ നീ എഴുന്നേറ്റ് കളിക്കണ്ട. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമുള്ളതല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ തന്നെ. ആയിക്കോട്ടെ. താൻ എന്താ പറഞ്ഞു വരാന്ന് വെച്ചത്? ഇക്കുറി എല്ലാരും അപ്പൊ അവിടെ തന്നെയാണ് കേട്ടോ. എവിടെ? ജാമു ജൂമിലേ ഇങ്ങോട്ട് വന്നാ ജോലടിയിൽ നിൽക്കണ്ട. ജയ് ശരിയാവൂല. അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോയിക്കോ. അങ്ങോട്ട് പോയി തന്ന ആരപ്പാ വരുന്നു? ഓ അവിടെ എന്താ? അവിടെ കുറി ഈദ് മോശമായിട്ട് തന്നെ നടത്തണേ. ജാം ജൂമാൻ അങ്ങനെ ഈദ് മോശമായിട്ടൊന്നും കൊടുക്കൂലല്ലോ. പക്ഷെ അതിന് തെളിവ് ഞാൻ കൊടുത്തുകൂടെ? എന്താ ഹുസൈനും ഭാവിയാണല്ലോ. എന്താ ഭാവേ? പൊന്നാരെ കോയക്ക നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. ഞങ്ങൾക്ക് ഒരു കൊറ്റൻ കുട്ടനെ വേണം, അതന്നെ. ഇതിന്ന് ഒരു ഒറ്റ നോക്കേ. നിന്റെ അടുത്തുണ്ടല്ലോ. എന്തേ ഈദ് മൗസം ഞാൻ തരൂല. ഞാൻ പറഞ്ഞില്ല എന്നോട് തീരും തരൂല. ഞാൻ പറഞ്ഞോളാം. പിന്നെ എന്തിനാ ഞങ്ങൾ ഇത് നോക്കി വളർത്തണേ? പൊന്നാര ബാബ ഏറ്റങ്ങളെ മുഴുവ ആ താക്കത്തെ ബാലയ്ക്ക് ഞാൻ കോപ്പുണ്ടാക്കിയേ. മര്യാദക്കനെ കാശനില്ലേ ഇന്ന് തന്നെ ശവടക്കാ വെറുതെ ഇരിക്കണോ? അല്ലേ ഞാൻ ദിവ്യദൃഷ്ടിയിൽ കാണാണ് കോയെ. എന്താ പുണ്യ ശ്വാസം കിട്ടണില്ലേ? കോയെ ഇത് ജാം ജൂമ്പ് നാട്ടിലത്തെ ആൾക്കാരില്ലേ ഓര് ബുക്ക് ചെയ്തതാണ്. ഞാൻ തന്നെ നോക്കിയിട്ട് എത്തണില്ല. ഓൽക്കാണ് ഈ തൊടു കൂടിയും പറമ്പ് കൂടിയും തിന്നുകൂടി നടക്കുന്ന ആടുകളെ മാത്രം പറ്റുള്ളൂ. ഓൽക്ക് ആ ഫാമിൽ നിന്നുള്ള ആടുകളെ പറ്റൂല. പെരുന്നാൾ അനുബന്ധിച്ച് ഈദ് മൗസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ ഇട്ടിരിക്കാണ് കോയെ. ഇത്രയും തനിക്ക് നോക്കി പറഞ്ഞില്ലേ കോയെ? കുറച്ച് ചില്ലറ ഉണ്ടെങ്കിൽ തരിക. അങ്ങനെ കിഴക്കന്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഒയ്ക്കാൻ്റെ അവിടുന്ന് അതൊക്കെ എല്ലാവർക്കും അറിയാം. ആ കുട്ടികൾ വരെ എന്റെ അവിടുന്ന് അല്ലേ കാണിക്കാച്ച് കായ് വാങ്ങാൻ വേണ്ടി കൂട്ടായി പേര് വന്നേക്കോ. ഇനി ചോറ് കഴിക്കാൻ കഴിഞ്ഞല്ലോ വന്ന അലർച്ച തരാൻ പൂതിയിലായിട്ടല്ല. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ ആടുകള്? തക്കാരം എന്തെങ്കിലും ഉണ്ടോ? കോയക്ക അതേ ഞങ്ങൾക്കും താക്കത്തേരന്മാര് ഒരു ആട്ടിലാൻ തുടങ്ങാനാണ്. 1:30 ആവാൻ നിൽക്കരുത്, നേരത്തെ പോകുന്നുണ്ടോ? തന്റെ പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോക്കും ഞാൻ അവിടെ ഉണ്ടാവും. ശകുനം മുടങ്ങിയതാ. അങ്ങനെ ഒരു സംഭവങ്ങളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലേ ആ വെച്ച ചെമ്പിട്ട് ഇറക്കി വെച്ചാളി, അതാ നല്ലത്. ആ ഓല മാർഗത്തിൽ ആട്ടിലാണ്ടാക്കാനൊന്നും ഇപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയൂല. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ തുടങ്ങി നോക്കിയല്ലോ. എന്റെ മൂത്താക്ക് വീണ എന്തിനാ എന്റെ കാൽമൊക്കെ വലിച്ചിട്ട്? എത്രയും പെട്ടെന്ന് ജാം ജൂമിന്റെ ഉള്ളിലേക്ക് പോണം കോയെ. മറ്റേത് ഉൽക്കകളൊക്കെ വന്ന് വീഴും. ശകുനല്ലേ മുടങ്ങി. ഓലൊക്കെയാണ് ഉണങ്ങി പോലൊക്കെ പാടെ താക്കത്തേര് ഇടുന്ന അത്ര ആടും മരുന്ന് ഇട്ടിക്കാണ്ട് ഇപ്പൊ തൽക്കാലം നിങ്ങളെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ കഴിയൂല. അതാ ഞാൻ പറഞ്ഞത് ആ ചെമ്പിട്ട് ഇറക്കി വെച്ചാളി. പൊന്നാര ഹുസൈൻ ആ താക്കത്തെ പട്ടയുന്നതേ ഞാൻ പറഞ്ഞ കായ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, നടക്കാണ്ട്. എന്താ തലി കഴിച്ചു അവിടെ ഇങ്ങനെ നിക്കണ്ട, തലയ്ക്ക് വല്ലതും വീഴും. 5 കിലോന്റെ അജ്മീർ നാട്ടിലെ മാണയം തിന്നോ? എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ച ഈ പ്രായത്തിൽ ഞാനൊക്കെ പൊടിച്ചിരിക്കുന്നത് അയിമലാണ്. അല്ലാതെ എബന്റെ ഭാര്യ ഇങ്ങനെ ബാക്കൊക്കെ മുടിയും കെട്ടി വെളിച്ചപ്പാട് നടക്കാനാണ് എന്റെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇത് നടക്കാൻ പറ്റുമോ? കോയെ ഇതെന്താ എഴുതിയിരിക്കണ? ഒലക്കന്റെ മൂട് ഒരക്കന്റെ മൂടേക്ക് മാറുന്ന മിൽക്ക് മേഡ് 123 റുപ്യ. അതാണ് കുട്ടി വളയെ കളഞ്ഞ് ഇയാളെ നമുക്കേ ചെമ്പത്തി വെക്കാൻ കൂടാ. എന്താ താക്കത്തേരെ മാർക്ക് താട്ടിലുണ്ടാക്കാനൊന്നും ഇപ്പൊ തൽക്കാലം അതന്നെ പറഞ്ഞിട്ട് വിടേ. അതല്ലടോ എന്തത്? അത് നെയ്യാണ്, അത് പറയേ. വെറും 279 ഇയാൾക്ക് തനിനെ മനസ്സിലായിട്ടില്ല. കജൂല അതിന് മുതലുണ്ട് ഇടണം. നിങ്ങൾ ലാഭം മാത്രം നോക്കിയിട്ട് നടത്തിട്ട് കാര്യമില്ല. നടക്കാണ്ട് മതി 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 മതി. അയച്ചറ പറ പലാസ എന്തേ നിറപറന്റെ മസാല ഇടൂ കരിങ്കോയെ തന്നെ. വെറും 29 റുപ്യ ഇന്ന് തിന്നത് മതി. ഇറക്കി ഇറക്കി. അപ്പൊ ഞങ്ങളെ ആട്ടിലേഹങ്ങൾ വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൽബാ ഫുഡ്സിന്റെ പുറകെ ഞങ്ങളുണ്ട്.